ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലിസ് വിത്ത് അനിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഈ ഒരു അത്ഭുത പ്രാർത്ഥന നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എന്താണ് ആ പ്രാർത്ഥന എന്നാവും നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഹവായൻ ടെക്നിക്കാണ്, അതായത് ഹവായൻ പ്രെയറാണ്. ഓ പോനോ പോനോ പ്രെയർ. ഈ ഒരു പ്രെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പ്രെയർ എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു 4 സെൻറ്റൻസാണ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ ഒരു 4 സെൻറ്റൻസാണ് ഈ ഒരു പ്രെയർ വരുന്നത്. ഈ ഒരു പ്രെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് നേടിയെടുക്കാൻ നോക്കാം. അതായത് ഇപ്പോൾ നമ്മളുടെ ലൈഫിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം. അതായത് ഒരു ജോലി സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, ബിസിനസ് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, ഇല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു ജോബ് ഉണ്ടെങ്കിൽ ആ ജോബ് ഇപ്പോൾ ഒരു ഓഫീസിലാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എപ്പോഴും ദുഃഖിച്ചിരിക്കാനേ പാടില്ല. നമ്മൾ എന്നും രാവിലെ ഈ ഒരു പ്രെയർ നമ്മൾ എന്നും പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴാണോ രാവിലെ എണീക്കുന്നത് ആ ഒരു ഏർലി മോർണിംഗ്, ഈ ഒരു ടൈമാണ് നമുക്ക് ഈ ഒരു പ്രെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയ സമയം. അതായത് നമ്മൾ എപ്പോഴും ഉണർന്നെണീക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ട് ട്ടാവും നമ്മൾ എണീക്കുക. ഒരിക്കലും നിങ്ങൾ നമ്മൾ നല്ലൊരു പോസിറ്റീവ് വൈബോട് കൂടി ഉണരാൻ ശ്രമിക്കുക. അല്ലാതെ അയ്യോ ഇന്ന് എനിക്ക് ജോലിക്ക് പോകണമല്ലോ, അയ്യോ ഇന്ന് എനിക്ക് ഫുഡ് ഉണ്ടാക്കണമല്ലോ, ആ ഒരു രീതിയിൽ ഒരിക്കലും ചിന്തിച്ചിട്ട് നമ്മൾ രാവിലെ ഉറക്കം എണീക്കാൻ പാടില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ രാവിലെ എണീറ്റിട്ട് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്താ ചെയ്യുക, രാവിലെ എണീറ്റിട്ട് നമ്മൾക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ പറയേണ്ടത് എന്താ, നമുക്ക് ഈ ഒരു ദിവസം മനോഹരമായി തന്നതിന് യൂണിവേഴ്സിനോട് നന്ദി പറയുകയാണ് ഫസ്റ്റ് വേണ്ടത്. നമുക്ക് ആ ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പറയുക. അപ്പം നിങ്ങൾക്ക് തോന്നുന്ന ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ഡേ തന്നെ നിങ്ങൾ തുടങ്ങുക. ഇതൊക്കെ നമ്മൾ എപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം 5-10 മിനിറ്റ് രാവിലെ നമുക്കായിട്ട് നമ്മൾ ഒരു മീ ടൈം എന്നാണ് ഞാനതിന് പറയാം. മീ ടൈം, നമുക്കായിട്ടുള്ളൊരു സമയം നമ്മൾ എന്ത് ചെയ്യുക, ചിലവഴിക്കുക. അത് എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ അതിനൊരു 5-10 മിനിറ്റ് നമ്മൾ അതിനായിട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു പ്രെയർ ഉപയോഗിച്ചിട്ട് ഇപ്പം നമുക്കൊരു ജോലിയിലാണ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളത് മനസ്സിൽ കണ്ടിട്ട് നമ്മൾ ഉറക്കെ പറയാം, ഇപ്പോഴുള്ള എൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് ഞാൻ പരിപൂർണമായിട്ടും ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. നമ്മളത് പറഞ്ഞിട്ട് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ ഒരു പ്രെയർ നമ്മൾ അതിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞത് ഒറ്റ തവണ പറയുക. ബാക്കി 108 തവണ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഹവായൻ പ്രെയർ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ടെക്നിക്ക്, ഈ ഒരു പ്രെയർ നിങ്ങൾ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നോക്കും. ഇതൊരു 21 ദിവസം നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോലിയിലാണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ മിറാക്കിളി മാറും. മിറാക്കിളായിട്ട് നമുക്കതെന്ത് ചെയ്യുക, മാറ്റം വന്നിട്ടുണ്ടാവും. നമ്മളെപ്പോഴും എന്താ പറയുക, എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ യൂണിവേഴ്സിന് അങ്ങോട്ട് സമർപ്പിക്കുക. യൂണിവേഴ്സ് നമുക്കത് എത്തിച്ച് തരും. ഉറപ്പായിട്ട് നമ്മളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ടെന്നുള്ള ഒരൊറ്റ മൈൻഡ് സെറ്റോട് കൂടി വേണം നമ്മൾ ഓരോ കാര്യവും ചെയ്യാൻ. ഒരിക്കലും നമ്മളെന്താ പറയുക, നെഗറ്റീവായിട്ടുള്ളൊരു തോട്ട് പോലും നമ്മളെ മൈൻഡിലേക്ക് വരാൻ നമ്മൾ സമ്മതിക്കരുത്. അഥവാ എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമ്മൾ കേൾക്കുകയാണെങ്കിൽ അപ്പം തന്നെ ക്യാൻസൽ അടിക്കണം. ക്യാൻസൽ നമ്മൾ പറയണം. അപ്പോൾ എന്താ പറയുക, നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡും അത് ക്യാൻസൽ ചെയ്ത് പോകും. ഇല്ലെങ്കിൽ നമ്മൾ ഈ ക്യാൻസൽ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുത്തിട്ട് ഇവർക്ക് ഇവരുടെ ലൈഫിൽ ഇതാണ് വേണ്ടതെന്ന് കരുതിയിട്ട് അതാണ് നമ്മൾ എന്താ ചെയ്യുക, ലൈഫിലേക്ക് കൊണ്ടുതരിക. എന്തൊക്കെ വന്നാലും നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം യൂണിവേഴ്സിനെ അങ്ങോട്ട് സമർപ്പിക്കുക. യൂണിവേഴ്സില്ലേ നമ്മുടെ കൂടെ. ഈ ഒരു തിങ്ക് മാത്രം വേണം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇപ്പോൾ അനുഭവിക്കുന്ന എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സിറ്റുവേഷൻസിലൂടെയാവും നമ്മളൊരു ലൈഫ് കടന്നു പോവുക. അപ്പോൾ ഈ ഒരു എന്താണ് നിങ്ങൾ വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾ ഈ 24 മണിക്കൂർ എന്താ ചെയ്യുക,
ഹാപ്പിനെസ് ആയിട്ടാവും നിങ്ങൾ ഇനി മുന്നോട്ടുള്ള നിങ്ങളെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രെയർ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ഒരു ദിവസം പോലും മുടങ്ങാതെ, അഥവാ ഒരു ദിവസം നിങ്ങൾ അഥവാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡേ 1 തൊട്ട് തന്നെ തുടങ്ങുക. അങ്ങനെ ഒരു 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ മാറി നിങ്ങൾ 100% എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുക. നിങ്ങളുടെ ഈ ഒരു പ്രാർത്ഥന എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ കാണുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൊരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാവും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു, ലവ് യു.